കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2025 പുതിയ വർഷം തുടങ്ങിയപ്പോൾ ടാരോട്ട് റീഡിങ്ങിൻ്റെ ഡെയിലി ഉള്ളൊരു ഗൈഡൻസിൻ്റെ വീഡിയോ കൂടെ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ രാവിലെ റുട്ടീൻ ആ ഒരു വർക്കിനൊക്കെ മുമ്പ് ഈ ഗൈഡൻസ് ഒന്ന് കണ്ടാൽ അന്നത്തെ ഓവറോൾ എനർജി എങ്ങനെ ഇരിക്കുമെന്നൊക്കെ രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതമാകുക. അപ്പോൾ ഡെയിലി ഉണ്ടാവും ഈ ഗൈഡൻസ്. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും തരുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലോ എന്താണ് ആ ഒരു കാര്യം ഇന്നത്തെ ദിവസത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെൻ്റൽ സ്ട്രെയിൻ തരുന്ന പല സിറ്റുവേഷൻസും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് 24 ഹവേഴ്സിനകത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്നും എന്ത് കാര്യങ്ങൾ വന്നാലും അവിടെ ഡീപ്പ് ഡൗൺ ആയിട്ട് ആ ഒരു നെഗറ്റിവിറ്റിയിലേക്കൊന്നും പോകാതെ മനസ്സിന് വളരെ ധൈര്യം കൊടുത്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ എല്ലാം ഓവർകം ചെയ്ത് പോകണം എന്ന് പ്രപഞ്ചശക്തി നമ്മളോട് പറയുന്നു. അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ഉയർത്തി അങ്ങനെ നിലകൊള്ളണം എന്നൊക്കെ ഇവിടെ പറയുന്നു. അതിൻ്റെ കൂടെ ഏസ് ഓഫ് കപ്സ് എന്നുള്ള രീതിയിൽ ഒരു കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കൊരു ജോലി നമ്മൾ ചെയ്യുന്ന ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മളോട് ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേജിലേക്ക് വരുന്ന വ്യക്തികളിലോട് നമുക്ക് ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥത സ്നേഹം ഒക്കെ ഉണ്ടെങ്കിലും അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അതിലൊന്നും അങ്ങനെ അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ അവരുടെ മുകളിലൊരു നെഗറ്റിവിറ്റി കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഈ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനൊക്കെ വരുമ്പം നമ്മളെ തന്നെ അങ്ങ് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മളുടെ തലയിലോട്ട് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ട് ഡീപ്പ് ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ട് ആ ഒരു സിറ്റുവേഷനിൽ വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു എനർജിയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇന്ന് 24 ഹവേഴ്സിനകത്ത് എന്ത് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നാലും ആ സ്ട്രെങ്ത് കാർഡ് അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ട് എത്ര നെഗറ്റീവായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അത് പ്രപഞ്ചശക്തി തന്നൊരു ലൈഫ് ലെസൺ ആണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ട് അതിനെയെല്ലാം വളരെ പോസിറ്റീവായിട്ട് കണ്ട് ചിരിച്ചുകൊണ്ട് അതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് കണ്ടിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.